നീലക്കുറിഞ്ഞി പൂക്കൾ, വരയാടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, റെയിൻബോ വ്യൂ പോയിന്റ്, നീരുറവയിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളം അടങ്ങിയിട്ടുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിന് സമീപം 15 കിലോമീറ്റർ അകലെയായിട്ട് രാജമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. 1978 സ്ഥാപിതമായതാണ്. ഏകദേശം 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ഉള്ളത്. ഇതാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിന്റെ കവാടം. നമ്മൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് നമ്മൾ കാണിക്കുന്ന ക്യൂ ആണ്. അതായത് നാഷണൽ പാർക്കിലേക്ക് ഒരാൾക്ക് 200 രൂപ വെച്ചാണ് ഫീസ് ഉള്ളത്. നമ്മൾ ഇത്രയും ക്യൂ ആണ്. 1 മണിക്കൂറോളം ഏകദേശം ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് പോകാൻ. അവിടെ നിന്ന് വനവകുപ്പിന്റെ ബസ് സർവീസ് അവൈലബിൾ ആണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും ചോലവനങ്ങളും പച്ചപ്പണിഞ്ഞ പുൽമേടുകളും മൂടൽമഞ്ഞും നിറഞ്ഞതാണ് ഈ പ്രദേശം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7000 അടി ഉയരത്തിലാണ് ഈ ഇരവിക്കുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്, കാസ്കേഡ് വെള്ളച്ചാട്ടം. കൂറ്റൻ പാറക്കെട്ടുകളിലൂടെ പടർന്നൊഴുകുന്ന രീതിയിലാണ് ഇതിന്റെ ഭൂപ്രകൃതി. ഇരവിക്കുളം പീഠഭൂമിയിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ. ഒടുവിൽ ഇടുക്കിയിലെ പാമ്പാർ പുഴയിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഇനി നമ്മൾ ബസ്സിൽ ഏകദേശം 10 മിനിറ്റോളം യാത്ര ചെയ്തിട്ട് നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി നമുക്ക് നടന്നു പോകാനുള്ളതാണ്. ഇതുവരെയുള്ള ബസ് സർവീസ്. ഇപ്പം നമ്മൾ കാണുന്നത് സ്റ്റോറി ഓഫ് ദ പാർക്ക്, അതായത് ഈ പാർക്കിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും വരയാടുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നീലക്കുറിഞ്ചിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. ചായ, സ്നാക്സ് ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുന്ന പ്ലാന്റ് ആണ്. ഇതിന് ലീഫിന് നല്ല മണമുള്ളതും ചെറിയ മനോഹര പുഷ്പങ്ങളുമാണ് ഉള്ളത്. മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് മേഘങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ തൊട്ടടുത്ത് കാണത്തില്ലേ, അതുപോലെ ചുറ്റും നല്ല കാറ്റുമാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് റെയിൻബോ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒരു സമയം 5 പേർക്കേ കയറാൻ പറ്റുള്ളൂ. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വളരെ ഉയരത്തിൽ നിന്ന് താഴോട്ട് കാണുന്ന രീതിയിൽ നല്ല വ്യൂ പോയിന്റ് ആണ് കിട്ടുന്നത്. ചുറ്റും മരങ്ങളും ചെടികളും മേഘങ്ങളും മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ ലഭിക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു നല്ലൊരു ചോയ്സാണ്. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. മനുഷ്യരുമായി വളരെ എളുപ്പത്തിൽ അടുക്കുന്ന ഇവയെ വളരെ അടുത്ത് കാണാൻ സാധിക്കും. മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ വന്യജീവിയാണ്. ഇതിനെ വരയാടുകൾ എന്നും പറയപ്പെടുന്നു. ആൺതാറിന് വളഞ്ഞ കൊമ്പുകളാണ് ഉണ്ടാകുന്നത്. കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. കുത്തനെയുള്ള പാറകളിലും എളുപ്പത്തിൽ കയറാനുള്ള കഴിവാണ് ഇവയ്ക്കുള്ളത്. കട്ടിയുള്ള രോമം കാരണം തണുത്ത മലപ്രദേശങ്ങളിൽ ജീവിക്കാൻ സഹായിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗത്തിൽ ഓടാനും ഇവയ്ക്ക് സഹായിക്കും. കൂട്ടമായാണ് ജീവിക്കുന്നത്. നമുക്കിതിനെ അടുത്ത് തൊടാനും കാണാനും ഒക്കെ സാധിക്കും. നല്ല ഭംഗിയാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഇരവിക്കുളം നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് തന്നെ ഈ വരയാടുകളുടെ പേരിലാണ്. വരയാടുകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നീലക്കുറിഞ്ഞികൾ പൂത്ത് നിൽക്കുന്ന കാണാനാണ്. ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിലൂടെ ഒരു പാറക്കെട്ടിലൂടെ വെള്ളം പോകുന്നത് കാണാം. മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ പല സ്ഥലത്തും ഇങ്ങനെ വലിയ പാറക്കെട്ടിൽ നിന്ന് വെള്ളം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചുറ്റും കമ്പുകൊണ്ടുള്ള വേലി ഉണ്ടാവും. ഈ നീലക്കുറിഞ്ഞി പൂവിനെ പറ്റിയിട്ടുള്ള ബോർഡുകളാണ്.
ചുറ്റും ചെറിയ ചെറിയ ചെടികളും മലകളും വെള്ളങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു സ്പ്രിംഗ് വാട്ടർ കോർണറാണ്. ഡ്രിങ്കബിൾ വാട്ടർ ഫ്രം സ്കൈ ഐലൻഡ്സ്, അതായത് ശുദ്ധമായ വെള്ളം. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധമായ ഉറവു വെള്ളം ഒരു പ്രത്യേക പൈപ്പ് ലൈൻ വഴി കല്ലുകൊണ്ട് നിർമ്മിച്ച് ഈ ചെറിയ ഫൗണ്ടനിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇന്ന് കെമിക്കൽസ് ഒന്നുമില്ല, നമുക്ക് ഔഷധ ഗുണമുള്ള പ്രകൃതിദത്തമായ തണുത്ത വെള്ളമാണ്. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാവുന്നതാണ്. ഈ കാണുന്ന ഈ പാറക്കെട്ടുകളിൽ നിന്നൊക്കെയാണ് വെള്ളം വരുന്നത്. തീർത്തും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന നമുക്കിവിടെ നിന്ന് അനുഭവിക്കാൻ സാധിക്കും. പ്രകൃതിയെയും മരങ്ങളെയും ചെടികളെയും വെള്ളം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഈ ഉദ്യാനം. മഴയുടെ സീസണുകളിലാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് വെള്ളം വരും. നമുക്ക് ശരിക്കും വെള്ളച്ചാട്ടം പോലെ കാണാൻ പറ്റും. ഇപ്പം മഴയുടെ സീസണിലല്ല ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. കമ്പുകൾ കൊണ്ടുള്ള ചുറ്റും വേലിക്കെട്ടുകളാണ് ചുറ്റുമുള്ളത്. നമുക്ക് വിശ്രമിക്കാനായിട്ട് സ്ഥലങ്ങളും ഉണ്ട്. ഇതിപ്പം ഷോല ഫോറസ്റ്റ്, ചോലവനങ്ങൾ മലപ്രദേശത്തിലെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉള്ള ചെറിയ കാട് പുൽമേടുകളും ഇതിനിടയിൽ കാണും. എപ്പോഴും ഒരു പച്ചപ്പായിരിക്കും. മൂടൽമഞ്ഞ് കൂടുതലുള്ള പ്രദേശമായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി വോക്ക്, അതിനുള്ള മനോഹരമായ കവാടമാണ്. നീലക്കുറിഞ്ഞി പൂക്കൾ വളരുന്ന മല പുൽമേടുകളിൽ നടക്കുന്ന ഒരു നാച്ചുറൽ വാക്ക്. പ്രകൃതിയും പൂക്കളും അടുത്ത് കാണാൻ നമുക്ക് അവസരം കിട്ടുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കുള്ളൂ. അതൊരു വലിയ പ്രത്യേകതയാണ്. 12 വർഷം വളർന്ന് ഒന്നിച്ച് പൂത്തുലഞ്ഞ വിത്തുകൾ പാകിയ ശേഷം ഈ ചെടികൾ പൂർണ്ണമായി ഉണങ്ങി നശിച്ചു പോകുന്നു. പിന്നീട് ആ വിത്തുകളിൽ നിന്നാണ് പുതിയ ചെടികൾ വളരുന്നത്. പൂക്കുമ്പോൾ മലനിരകൾ മുഴുവനും നീല നിറത്തിലാകും. അവസാനമായി പൂത്തത് 2018-ലാണ്. നെക്സ്റ്റ് 2030-ലാണ് ഇനി ഉണ്ടാവുന്നത്. പ്രകൃതിയുടെ അത്ഭുതമായി കാണപ്പെടുന്നു. ഇവിടെ മനോഹരമായ ഫോട്ടോകൾ എടുക്കാനുള്ള വ്യൂ പോയിന്റുകളുണ്ട്. നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്നതാണിത്. 2030 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ്. നല്ല മലകളും നീലക്കുറിച്ചി പൂക്കളും ചെടികളും ചോലവനങ്ങളും പുൽമേടുകളും എല്ലാം നിറഞ്ഞതാണ് ഇവിടെ. കാണാൻ ഒരുപാട് ഭംഗി നിറഞ്ഞതാണ് കാണാൻ. മലകളിലോട് ചേർന്ന് നിൽക്കുന്ന മഞ്ഞിന്റെയും മേഘങ്ങളുടെയും ഒക്കെ നല്ലൊരു ഭംഗി നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഈ തടി കൊണ്ട് കെട്ടിയിരിക്കുന്ന ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകൃതി ഭംഗിയുമായ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. മലകളും മേഘങ്ങളും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ പെയ്യാറുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ മഴയും വെയിലും ഒരുമിച്ച് വരുന്ന പ്രതിഭാസമാണ് ഇവിടെ ഉള്ളത്. നീലക്കുറിഞ്ഞി വോക്ക് കഴിഞ്ഞ് ഈ കവാടത്തിലേക്കൂടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. മനോഹരമായ ഫോട്ടോ വ്യൂ പോയിന്റുകൾ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നീലക്കുറിഞ്ഞിയിലേക്ക് പോകുന്നതും ഇറങ്ങുന്നതുമായ നല്ല കവാടം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നീലക്കുറിച്ചി ഗാർഡൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട്. മേഘങ്ങൾ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടം വരെ ഉള്ളൂ നമുക്ക് പ്രവേശനം. അത് കഴിഞ്ഞിട്ട് പിന്നോട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല.
നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നമുക്ക് ഒരുപാട് നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. കാണാനായാലും നല്ല പ്രകൃതി ഭംഗിയമായ കാഴ്ചകളാണുള്ളത്. മലകളും പൂക്കളും പുൽമേടുകളും മേഘങ്ങളും. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഴവില്ലാണ്. ഇടയ്ക്ക് മഴ പെയ്തായിരുന്നു, അതിന്റെ മഴവില്ല് ഫോം ചെയ്തതാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് പ്രകൃതിപരമായ കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇരവിക്കുളം നാഷണൽ പാർക്കിനെ പറ്റിയും വരയാടുകളെ പറ്റിയും എഴുതിയിരിക്കുന്ന ഒരു ബോർഡാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടം വരെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അലോഡ് അല്ല. ഇത് നല്ലൊരു യാത്രാനുഭവമാണ്. മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഇരവിക്കുളം നാഷണൽ പാർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മൂന്നാറിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഈ നാഷണൽ പാർക്കിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രകൃതിപരമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഇത്. ഈ യാത്രകളും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്ന ആരും ഇത് മിസ്സാക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു.